സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്ന് പാർട്ടിയുമായി ഇടഞ്ഞ കെ.വി. തോമസിനെ അണിനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം. അണിനയ നീക്കങ്ങളുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ.വി. തോമസുമായി ചർച്ച നടത്തി. കെ.വി. തോമസ് മികച്ച സ്ഥാനങ്ങൾ വഹിച്ച് പാർട്ടിയിൽ തുടരുമെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചർച്ച നടത്തിയെങ്കിലും ഒരു തരത്തിലും വഴങ്ങാൻ കെ.വി. തോമസ് തയ്യാറായില്ല. തന്റെ മുന്നിൽ നാടകം വേണ്ടെന്നും ഓഫറുകൾ വെക്കേണ്ടെന്നും കെ.വി. തോമസ് തുറന്നടിച്ചു. നാളെ എറണാകുളത്ത് നടക്കുന്ന UDF കൺവെൻഷനിൽ പങ്കെടുക്കാൻ രമേശ് ചെന്നിത്തല അഭ്യർത്ഥിച്ചെങ്കിലും സാധിക്കില്ലെന്നും കെ.വി. തോമസ് വ്യക്തമാക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ സേവനം തീർച്ചയായിട്ടും പാർട്ടി എന്നും വിലമതിച്ചിട്ടുണ്ട്, നാളെയും വിലമതിക്കും. അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. കെ.വി. തോമസ് മികച്ച സ്ഥാനങ്ങൾ വഹിച്ച് പാർട്ടിയിൽ തുടരുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. കെ.വി. തോമസ് വളരെ മുതിർന്ന നേതാവാണ്. കോൺഗ്രസിന് എന്നും സഹായിയായി നിന്നിട്ടുണ്ട്. ഇനിയും അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് പാർട്ടിക്ക് പ്രയോജനകരമായ പ്രവർത്തന രംഗത്തുണ്ടാകും. കെ.വി. തോമസ് BJPയിൽ ചേരുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു. എന്നാൽ കെ.വി. തോമസുമായി ഒരു തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടില്ലെന്നും കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള വ്യക്തമാക്കി. മൻമോഹൻ സിംഗ്, അഹമ്മദ് പട്ടേൽ, മുകുൾ വാസ്നിക് എന്നിവരും പരസ്യമായ പ്രതിഷേധത്തിനൊടുവിൽ കെ.വി. തോമസുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ക്യാമറമാൻ ML നിതീഷിനൊപ്പം റോബിൻ മാത്യു മറ്റത്തിൽ, മീഡിയ 1 ഡൽഹി.